ഇത് കഴിഞ്ഞ് മക്കൾ വലുതായി വരുമ്പോൾ ഈ ബിസിനസ് വളർന്നില്ല എങ്കിൽ അവർക്കുള്ള സ്പേസ് അവിടെ കിട്ടും. അപ്പോൾ അവർ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഫാമിലി വലുതാവുന്നതിൻ്റെ ഒപ്പം ബിസിനസ് വളർത്താനുള്ള വഴികൾ കണ്ടുകൊണ്ടിരിക്കണം. സർ, പ്രധാനമായി ഈ ഫാമിലി ബിസിനസ്സിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഫാമിലി വളരുന്നത് പോലെ ബിസിനസ് വളരാതിരിക്കുന്നത്. ഇതിൻ്റെ സാഹചര്യം എന്താണെന്നൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. കാരണം ഒരു ഫാമിലി ഒരാൾ തുടങ്ങുന്നു. അപ്പോൾ ആ തുടങ്ങുന്ന ആൾ, അയാളുടെ ഭാര്യ, മക്കൾ, അത്ര തുടങ്ങിയ ഒരു കുടുംബമായിരിക്കും കുറേ കാലങ്ങളോളം. ഇത് കഴിഞ്ഞ് മക്കൾ വലുതായി വരുമ്പോൾ ഈ ബിസിനസ് വളർന്നില്ല എങ്കിൽ അവർക്കുള്ള സ്പേസ് അവിടെ കിട്ടും. അപ്പോൾ അവർ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഫാമിലി വലുതാവുന്നതിൻ്റെ ഒപ്പം ബിസിനസ് വളർത്താനുള്ള വഴികൾ കണ്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഫാമിലി 2 ആൺകുട്ടികളാണെന്ന് വെച്ചോ. ഇതൊക്കെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ശരിക്കും പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യം. അതിൽ നിന്നാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. 2 ആൺകുട്ടികളാണെന്ന് വെച്ചോ, ബിസിനസ് കാര്യമായിട്ട് വളരുന്നില്ല. അപ്പോൾ നാച്ചുറലി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ബിസിനസ്സിലേക്ക് ചേരുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇവരെ വളർത്തുന്നതും ഇവർ പഠിത്തം കഴിഞ്ഞു വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഫാദർ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെ മൂത്തയാൾ പഠിച്ച് വന്നിട്ട് അത് ചെയ്യുന്നു. ബിസിനസ് ഏതാണ്ട് അതുപോലെ ഒരു ഓർഗാനിക് ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. അതായത് ചെറിയൊരു 5% 10% നോർമലി ഗ്രോ ചെയ്യണ പോലെ ഒരു ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടുപേരും ചെയ്യണമെന്നാണ്. ഓക്കെ, ഒരാൺകുട്ടിയോടുണ്ടെന്ന് വെച്ചോ, പുള്ളി വരുമ്പോഴും ഇത് തന്നെ ചെയ്യാനും നോക്കണം. അപ്പോൾ പ്രശ്നം റോളിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റില്ല. ഇവരുടെ 3 പേരുടെയും കോൺട്രിബ്യൂഷൻ നമുക്ക് ബിസിനസ്സിൽ ഗുണപ്പെടുന്നില്ല. ഇതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മൂത്തയാൾ വരുമ്പോൾ തന്നെ ഏതർ ഒരു പുതിയൊരു ബിസിനസ്സോ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രോ ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയയിലേക്ക് പുള്ളി ഇടാവുള്ളൂ. ഫാദർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ പുള്ളിയെ ചെയ്യാൻ ഏൽപ്പിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ക്ലാഷ് അല്ലെങ്കിൽ ഒരു തിങ്കിങ്, ആ ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഒരു പ്രശ്നം വരുമെന്നല്ലാണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമെന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ 2 ആൺകുട്ടികളുള്ള ഒരു സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 പേരും വരുമ്പോഴത്തേക്കും 3 ബിസിനസ് അവിടെ വേണം. ഇപ്പോൾ ഫാദർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് കാലം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പ്ലാൻ ചെയ്യണം. അതിനെപ്പറ്റി 3 പേർക്ക് സ്പേസ് വേണം, 3 പേർക്കും വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം, 3 പേർക്കും അവരവരുടെ കഴിവുകൾ പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം, കണക്റ്റഡ് വിത്ത് ദ മെയിൻ ബിസിനസ്. പിന്നെ അതൊരു സ്റ്റേജിലെത്തി കഴിയുമ്പോൾ പിന്നെ അടുത്ത കാര്യം, അതിന് ചോദിച്ച ക്വസ്റ്റ്യന് ഫാമിലി വളരുകയും ബിസിനസ് വളരായി ഉണ്ട് കഴിഞ്ഞാൽ അത് സ്റ്റാഗ്നൻ്റ് ആയി പോവും, അത് കൺഫ്യൂഷനിലേക്ക് എത്തും, അത് ഈ തോൽവിക്ക് ഒരു കാരണമായിട്ട് വരും. അപ്പോൾ ഫൈനാൻഷ്യൽ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളില്ലാണ്ട് വരും, ഷെയർ ചെയ്യാൻ ഇതില്ലാണ്ട് വരും. അപ്പോൾ അത് വളരെ ക്ലാരിറ്റിയോടുകൂടി തിങ്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ്വലായിട്ട് അവരും വന്നോട്ടെ ഇവരും വന്നോട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ പ്രശ്നം ഈ സ്റ്റാഗ്നൻസിയുടെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും.